ആദ്യം ഒരു പ്രതികരണം കാണാം. അത് മറ്റാരുടേതുമല്ല, കെ സി വേണുഗോപാലിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, താങ്കൾ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണോ? കേരളത്തിൽ താങ്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിലുണ്ടോ UDF ജയിച്ചാൽ? ഈ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. അതിന് മറുപടിയായി കെ സി വേണുഗോപാൽ പറഞ്ഞ വാക്കുകൾ. അല്ല, മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ, എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നടക്കും. കേരളത്തിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം തന്നെ. ഇപ്പം ഞങ്ങളുടെ പല ആളുകൾക്കും ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവിടെയും സുതാര്യത വളരെ കുറവാണ്. ഇപ്പോൾ കോഴിക്കോട് സ്ട്രോങ് റൂമിൻ്റെ പ്രശ്നം, തൊട്ടടുത്തുള്ള റൂം തുറന്നതിനെക്കുറിച്ച് പരാതി കൊടുത്തതിന് കൃത്യമായ മറുപടിയില്ല. മറ്റു പല സ്ഥലങ്ങളിലും ഇത്ര റിപ്പോർട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വളരെ ശക്തമായ വിജിലൻസ് വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ കോഴിക്കോടത്തെ കാര്യത്തിൽ ഹൈക്കോടതി മുമ്പാകെ പോവുകയാണ്. അപ്പോൾ വളരെ ഗൗരവതരമാണ്. ഈ തെരഞ്ഞെടുപ്പുകളെ തന്നെ സുതാര്യത നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അവിടെ നടപടി എടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ആശങ്കയുള്ള വാക്ക്. അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു, കേരളത്തിലേക്ക് ഞാനില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാനില്ല. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ ഒരു രീതിയുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അതല്ലാതെ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകൾക്കും ചർച്ചകൾക്കും ഒരു അടിസ്ഥാനവുമില്ല എന്ന് പറയുന്നു അദ്ദേഹം. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ, UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ UDF ജയിച്ചാൽ കെ സി വേണുഗോപാൽ ഇല്ല എന്നർത്ഥം. എന്നാൽ ഇന്നലെ വരെ കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ടീം പ്രചാരണം തുടങ്ങിയിരുന്നു. ആരാണ് കെ സി വേണുഗോപാൽ, എന്താണ് കെ സി വേണുഗോപാൽ എന്നൊക്കെ. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നു കെ സി വേണുഗോപാലിന് വേണ്ടി. ആദ്യം പ്രതികരിച്ചു തുടങ്ങിയത് കെ സുധാകരനായിരുന്നു. കേരളത്തിന് കെ സി വേണുഗോപാലിന് ആവശ്യമുണ്ട്, കേരളത്തിന് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വം വേണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയത് കെ സുധാകരനായിരുന്നു. അതിനുശേഷം അജയ് തറയിൽ പോലെയുള്ള നേതാക്കളും പരസ്യമായി പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം സന്ദീപ് വാര്യരെ പോലെയുള്ള നേതാക്കളും കെ സി വേണുഗോപാലിന് വേണ്ടി രംഗത്ത് വന്നിരുന്നു. നേരത്തെ സോഷ്യൽ മീഡിയയിൽ കെ സി വേണുഗോപാലിൻ്റെ പുസ്തകം, പുതിയ പുസ്തകത്തെക്കുറിച്ച് ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു, അതിൻ്റെ പ്രചാരണം നടക്കുന്നു. അതോടൊപ്പം കെ സി വേണുഗോപാൽ ആരാണ്, എപ്പോൾ തുടങ്ങി, എവിടെ തുടങ്ങി, വളർന്നു വന്നത് ഏതൊക്കെ വഴികളിലൂടെ, എന്താണ് ഒരു ജനകീയ നേതാവിന് വേണ്ടത്, അതെല്ലാം കെ സി വേണുഗോപാലിനുണ്ട് എന്ന രൂപത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പെട്ടെന്ന് കെ സി വേണുഗോപാലിൻ്റെ മനം എന്തുകൊണ്ടാണ് മാറിയത്? അതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: കനകുലു പ്രൊജക്ട്സ് 80+ സീറ്റ്സ് ഫോർ UDF എന്ന്. കനകുലുവിൻ്റെ റിപ്പോർട്ട് AICCക്ക് നൽകിയിട്ടുണ്ട്. ആരാണ് കനകുലു? കേരളത്തിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി AICC നിയമിച്ച ടീമിൻ്റെ ക്യാപ്റ്റനാണ് സുനിൽ കനകുലു. അദ്ദേഹം AICCക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് 80-ൽ കൂടുതൽ സീറ്റ്, 80+ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് UDFന് എന്നാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് 100-ലധികം സീറ്റ് ലഭിക്കും എന്നായിരുന്നു. വോട്ടെടുപ്പിന് മുമ്പ് അങ്ങനെയൊക്കെ പറയുക സ്വാഭാവികമാണ്. കാരണം ജനങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂട്ടാൻ അങ്ങനെയൊക്കെ പറയേണ്ടി വരും, പ്രവർത്തകരെ ഒന്ന് സജീവമാക്കാനൊക്കെ. അതൊക്കെ സ്വാഭാവികമാണ്. വോട്ടെടുപ്പിന് ശേഷം പക്ഷേ പറഞ്ഞിരുന്നു മിന്നുന്ന വിജയം നേടും, മികച്ച വിജയം നേടും, 100 സീറ്റിൽ കൂടുതൽ നേടും. അത് കുറഞ്ഞ് പിന്നീട് 90ആയി, അത് കഴിഞ്ഞ് 85ആയി, ഇപ്പോഴിതാ 80-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുനിൽ കനകുലു. അതേ റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയിൽ അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അവസാനത്തെ പാരഗ്രാഫാണ്. അതിൽ പറയുന്നത് CPMൻ്റെ LDFൻ്റെ സിറ്റിംഗ് MLAമാരെ പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമല്ല. സിറ്റിംഗ് MLAമാരുടെ ശക്തിയിലാണ് നിൽക്കുന്നത് LDF. പക്ഷേ അതിനെ മറികടക്കാൻ UDFന് കഴിയുമായിരിക്കും. എങ്ങനെ? അത്രയ്ക്ക് അധികം ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ വികാരമുണ്ട്, CPM വിരുദ്ധ വികാരമുണ്ട്. അത് കേരളത്തിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. അതുകൊണ്ട് സിറ്റിംഗ് MLAമാരുടെ സ്ഥാനാർത്ഥിത്വം LDFന് ഗുണം ചെയ്യില്ല. അവിടെയും UDFന് ജയിച്ച് കയറാൻ കഴിയും എന്നാണ് സുനിൽ കനകുലു പറയുന്നത്. അപ്പോഴും സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 80. ഇതാണ് സുനിൽ കനകുലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ കാതൽ.
ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോഴാണ് കെ.സി. വേണുഗോപാലിന് കാര്യം മനസ്സിലായത്. അത്ര എളുപ്പമല്ല ജയിച്ചു വരിക എന്നത്, തോൽക്കാനും സാധ്യതയുണ്ട് എന്ന്. അതോടുകൂടി കെ.സി. വേണുഗോപാൽ മെല്ലെ ഒന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. പിൻവാങ്ങലിൻ്റെ സ്വരമാണ് കെ.സി. വേണുഗോപാലിൻ്റെ പ്രതികരണത്തിലൂടെ നാം കേട്ടത്. ഞാനില്ല കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ എന്ന്. അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണെങ്കിൽ തോറ്റുപോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം കെ.സി. വേണുഗോപാൽ ഏൽക്കേണ്ടി വരും. കാരണം നിലവിൽ കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്, എ.ഐ.സി.സിയുടെ ജനറൽ സെക്രട്ടറിയാണ്. വെറും ജനറൽ സെക്രട്ടറി അല്ല, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹം സജീവമായി കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കൂടി കെ.സി. വേണുഗോപാൽ നിൽക്കുകയും അതിനുവേണ്ടി പ്രചാരണം കൊഴുപ്പിക്കുകയും ചെയ്താൽ, തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ കെ.സി. വേണുഗോപാലിൻ്റെ തലയിൽ വീഴും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനില്ല. അദ്ദേഹം മെല്ലെ പിൻവാങ്ങിയിട്ടുണ്ട്. സുൽഗനോഗുലു മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം അനുസരിച്ച് UDFന് 80 സീറ്റ് ലഭിക്കും. എങ്ങനെയാണ് ലഭിക്കുക എന്നുകൂടി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. വാർത്തയ്ക്കകത്ത് അക്കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? 1, ഭരണവിരുദ്ധ വികാരം. 2, പിണറായി വിരുദ്ധ വികാരം. 3, മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം, പ്രത്യേകിച്ച് മലബാറിൽ. മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം. ഇതെല്ലാം ചേർന്ന് UDFന് അനുകൂലമായി വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. എന്നിട്ടും ലഭിക്കുക വെറും 80 സീറ്റ് മാത്രം. അതോടൊപ്പം അപ്പുറത്ത് ഇങ്ങനെ ന്യൂനപക്ഷ കേന്ദ്രീകരണം UDFന് അനുകൂലമായി ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് ഭൂരിപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടാകാം. പക്ഷേ അതുണ്ടായില്ല, അത് മെറ്റീരിയലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല LDFന് എന്നാണ് സുൽഗനോഗുലു പറയുന്നത്. എന്തായാലും നിൽക്കട്ടെ, കാരണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. 100 സീറ്റിൽ നിന്ന് 90ലേക്കും 90ൽ നിന്ന് 85ലേക്കും 85ൽ നിന്ന് 80ലേക്കും എത്തിയിട്ടുണ്ട് ഇപ്പോൾ UDF എന്നോർക്കണം. പക്ഷേ അപ്പോഴും റിപ്പോർട്ടിൻ്റെ അവസാനം പറയുന്ന കാര്യം സിറ്റിംഗ് MLA-മാരെ, LDFൻ്റെ സിറ്റിംഗ് MLA-മാരെ തോൽപ്പിക്കുക എന്നത് പ്രയാസകരമായ കാര്യമായിരിക്കും എന്ന്. പൊതുവികാരം അതിനെയും മറികടക്കാൻ സാധ്യതയുണ്ട്, മറികടക്കാൻ കഴിയും. അങ്ങനെ 80 സീറ്റിൽ ജയിക്കാൻ സാധ്യതയുണ്ട് UDFന് എന്ന് പറഞ്ഞു വെക്കുകയാണ് സുൽഗനോഗുലുവിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയാണ്, ജയിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയാണ് കെ.സി. വേണുഗോപാൽ മെല്ലെ പിറകോട്ട് വലിഞ്ഞത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്.